ഇന്ന് നമ്മളെ പരിപാടി എന്താ അറിയോ? ഒരു 4 മണി പലഹാരമാണ്. അതായത് പഴവും അരിപ്പൊടിയും കൊണ്ട് ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് ജ്യൂസ് അടിച്ചു കൊണ്ടുവരാം. നന്നായി നമ്മൾ ജ്യൂസ് അടിച്ചിക്കണ് ഈ പഴത്തിൻ്റെത്. അപ്പോൾ അത് കൊഴിച്ചു കൊടുക്കാം, ഒരു പാത്രത്തിൽ കൊഴിച്ചു കൊടുക്കാം. അടുത്ത നമ്മൾ ഇതിൽ ഇട്ടാൻ പോണത് നല്ല വറുത്ത പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി, കുറച്ചിടുക. അടുത്തതായി 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. മാവ് റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് ഇഡ്ഡലി കുക്കറിൽ വെള്ളം വെച്ചുകൊണ്ട് വെള്ളം ലെവലാക്കാം. കുഴച്ച് വെച്ച മാവ് നമുക്ക് ഇതേപോലെ ചെറിയ ഉരുളകളാക്കാം. ഇതേപോലെ എല്ലാം നമ്മൾ ഉരുളകളായിരിക്കും ഉണ്ടാവും. അടുത്ത് നമ്മൾ ഇഡ്ഡലി കുക്കർക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. നമുക്ക് ആവി കയറ്റിക്കാണ്ട് അടുത്തത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇഡ്ഡലി ചെമ്പിൽ നമ്മളെ ഉരുളകളൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് എന്താട്ടാ കുറച്ച് നെയ്യ് വെച്ചെടുക്കാം. പാനക്ക് കുറച്ച് മുന്തിരി, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം. കുറച്ച് ചിരകി വെച്ച് തേങ്ങ ഇട്ടെടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ നമ്മളത് നന്നായി വെന്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ പഴം കൊണ്ട് ഉണ്ടാക്കിയത് നമ്മൾ നന്നായി വെന്തിക്കണം കേട്ടത്. ഇനി നമുക്ക് ഈ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ 4 മണി പലഹാരം റെഡി ആയിട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടായിക്കോട്ടെ. ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.